ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കറ്റാർ വാഴയ്ക്ക് ഓർഡറുണ്ട്. നമുക്ക് 20 കിലോ കറ്റാർ വാഴയ്ക്കാണ് ഇന്ന് ഓർഡർ വന്നിരിക്കുന്നത്. 20 കിലോയ്ക്ക് നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു മരുന്നുണ്ടാക്കുന്ന കമ്പനിക്കാരാണ് നമ്മുടെ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത്. 20 കിലോയ്ക്കാണ് ഇന്ന് ഓർഡർ വന്നേക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ എല്ലാവരും കറ്റാർ വാഴ കൊടുക്കുന്ന പറഞ്ഞാൽ മൂടോട് പിഴുതാണ് കൊടുക്കുന്നത്. നമ്മൾ പിഴുത് കൊടുക്കത്തില്ല. നമ്മൾ പകരം കറ്റാർ വാഴയുടെ ചോട്ടിൽ നിന്ന് ഇലകൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഇതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇല എടുത്ത് നമ്മൾ ഉണ്ട്, ഇതിൻ്റെ എല്ലാം ഇല എടുത്താണ് നമ്മളങ്ങനെ ഇലകൾ മാത്രമേ എടുത്ത് കൊടുക്കത്തുള്ളൂ. നമ്മളല്ലാതെ മൂടോട് പിഴുത് കൊടുക്കത്തില്ല. കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാം നമ്മൾ ഇതിനു മുമ്പ് ഇലകളെടുത്താണ് 2 പ്രാവശ്യം വെച്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ. മാത്രമല്ല അപ്പുറത്തൊക്കെ നിൽക്കുന്നതിൻ്റെ പലതിൻ്റെയും 3 പ്രാവശ്യം 4 പ്രാവശ്യം വരെ എടുത്ത ഇലകളുണ്ട്. ഒരു മുട്ടിൽ നിന്ന് തന്നെ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇലകൾ എടുത്തുണ്ട്. രണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ എടുത്ത് കൊടുത്തതേ ഉള്ളൂ. എടുത്ത് കൊടുത്ത് 2 മാസത്തോളം ആയുള്ളൂ. രണ്ട് ഇതിൻ്റെയൊക്കെ എടുത്താൽ രണ്ട് ഇത് നമ്മൾ 3 പ്രാവശ്യത്തോളം ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ഇല എടുത്തിട്ടുണ്ട്. 3 കിലോ 2 കിലോ അങ്ങനെ വെച്ച് നമുക്ക് ഒരെണ്ണത്തിന് ചോട്ടിയും കിട്ടത്തുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ ഇലയുണ്ടെങ്കിൽ 5 കിലോയിൽ മേൽ ഒരെണ്ണത്തിന് ചോട്ടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിതിൻ്റെ ചോട്ടിൽ നിന്ന് ഇല എടുക്കാൻ പോവാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇല കട്ട് ചെയ്തിട്ട് ഇനി ബാക്കി കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മൂട്ടിൽ നിന്ന് എടുത്ത ഇലയാണ് 3, 3, 6, 3, 9 ഇല ഒറ്റ മൂട്ടിൽ നിന്ന് എടുത്താണ്. ഇതിനു മുമ്പ് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് എടുത്ത് ഇതിൻ്റെ താഴോട്ട് ഈ കറുത്തിരിക്കുന്ന ഭാഗം മൊത്തം ഇതിനു മുമ്പ് 3 പ്രാവശ്യത്തോളം ഞാൻ എടുത്താണ്. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യത്താണ് ഈ ഒരൊറ്റ കറ്റാർ വാഴയിൽ നിന്ന് ഇല എടുക്കുന്നത്. നമുക്ക് തൂക്കി നോക്കാം. ഇത്രയും കറ്റാർ വാഴയുടെ ഇല, അതായത് ഒരൊറ്റ കറ്റാർ വാഴയുടെ ചോട്ടിൽ നിന്ന് എടുത്ത 3, 3, 6, 3, 9 ഇല എത്ര കിലോ ഉണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇത് തൂക്കുന്ന ത്രാശൊക്കെ കെട്ടി തൂക്കിയിട്ടായിരിക്കുകയാണ്. നമുക്കൊന്ന് വെച്ച് നോക്കാം. നമ്മൾ 9 ഇല ഇട്ട് നമ്മൾ നോക്കുകയാണ്. ഇത് 2.5 കിലോ 2.5 കിലോയാണുള്ളത്. 2.600 അടുത്ത് വരും. 2.5 കിലോ, അതായത് 9 ഇല 2.5 കിലോ. പക്ഷേ ഇതിലും കനം വെക്കുവാണെങ്കിൽ നമുക്ക് 3 കിലോയ്ക്ക് മുകളിലും എല്ലാം കിട്ടും. ഇതിപ്പോൾ 9 ഇലയാണ് അതിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയത്. ഞാൻ ഇതിന് മുമ്പ് തന്നെ 4, 5 ഇല വെച്ച് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് 4 പ്രാവശ്യത്തോളം, ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യം ഈ ഒരൊറ്റ മൂട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. 4, 5, 6, 7 ഇല, ഇപ്പോൾ 9 ഇല നമുക്ക് കിട്ടി. ഇതിനു മുമ്പ് അതുപോലെ നമ്മൾ എടുത്തതാണ്. ഇനി ഇതുപോലെ നമ്മൾ ഇതിൻ്റെ മൂത്ത നല്ല വീതിയുള്ള ഇലകൾ നോക്കി നമ്മൾ എടുക്കാൻ പോവുകയാണ് പരമാവധി. ഓക്കെ, ഞാൻ ബാക്കിയെല്ലാം എടുത്ത് ഇനി അവസാനം കാണിക്കാം. നമ്മൾ 20 കിലോ കറ്റാർ വാഴയ്ക്കായിരുന്നു ഓർഡർ. നമ്മളപ്പോൾ ഇല മൊത്തം എടുത്തു. 20 കിലോയ്ക്കുള്ള ഇലയാണ് ഈ ഇരിക്കുന്ന മൊത്തം. നമ്മൾ ഈ ഇരിക്കുന്നത് എല്ലാ മുട്ടിൽ നിന്നൊന്നും എടുത്തില്ല. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഉള്ള ചെറിയ മുട്ടി ഞാൻ അതിൻ്റെ കണക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇന്നെടുത്ത കറ്റാർ വാഴയുടെ കണക്ക്. അതായത് ആദ്യത്തെ ഒരു മൂട്ടിൽ നിന്ന് 2.6 കിലോ കിട്ടിയായിരുന്നു. 9 ഇല വേണമായിരുന്നു. രണ്ടാമത്തെ ആണെങ്കിൽ 1 കിലോ കിട്ടില്ല, 800 ഗ്രാമേ ഉള്ളായിരുന്നു. 5 ഇലയായിരുന്നു. കാരണം അതൊക്കെ വലിയ കനമില്ലാത്ത ഇലകളാണ്. പിന്നത്തെ മൂട്ടിൽ നിന്ന് 1.37 ഇല, 1.67 ഇല അങ്ങനെ നമ്മൾ ഇറക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വന്ന് നമ്മൾ താഴെ വരുമ്പോൾ 5.6 കിലോ കിടക്കുന്നത് 34 ഇലയാണ്. അത് ഞാൻ പിന്നെ ഓരോന്നോരോന്ന് തൂക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ഇങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. 6 ചട്ടിക്കകത്ത് കിട്ടിയ 6 മൂട്ടിൽ നിന്നാണ് നമുക്ക് 34 ഇല എടുത്ത് 5.6 കിലോ വന്നത്. അതിൻ്റെ താഴത്തെയാണ് 3.9 കിലോ വന്നാക്കുന്നത്. 20 ഇലയാണ് 3 മൂട്ടിൽ നിന്ന്. എല്ലാം കൂടെ നമ്മൾ 17 മൂട്ടിൽ നിന്ന് നമ്മൾ ഇല എടുത്തിട്ടുണ്ട്. 109 ഇല നമ്മൾ എടുത്തിട്ടുണ്ട്. 21 കിലോ എല്ലാം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് 17 മൂട്ടിൽ നിന്ന് 109 ഇല എടുത്ത് 21 കിലോ ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇതാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന കറ്റാർ വാഴ ഇതിൻ്റെ കണക്ക്. നമ്മൾ ഇന്ന് പറിച്ച കറ്റാർ വാഴ എല്ലാം കൂടെ തൂക്കിയിരിക്കുന്നത് 21 കിലോ ഉണ്ട്. 21 കിലോ കറ്റാർ വാഴയാണ്. അതിൻ്റെ ത്രാശ് കേടാണ്. 21 കിലോ കറ്റാർ വാഴയുണ്ട്. നമ്മളെല്ലാം കൂടെ ചാക്കിനകത്താക്കി 21 കിലോ കറ്റാർ വാഴ. 20 കിലോയ്ക്ക് ഓർഡർ. നമ്മൾ പക്ഷേ എങ്ങനെ ആയാലും എടുത്താൽ കിലോ മേപ്പോട്ട് പോകും. എത്ര കൊണ്ട് കൊടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം പോലെ കിടക്കുമല്ലേ.